ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പം പറയുന്നത് ഈ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ പറയാൻ പോകുന്നതാണേ. ഞാൻ ലെയർ പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് വരാം. ഓക്കെ. അപ്പൊ നോക്കി, ഇപ്പൊ ഇവിടെ ടെക്സ്റ്റ് ആയിരിക്കണേന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്താലും ഇതിലേക്ക് പൊക്കോളും. ഇപ്പൊ ഞാൻ ലൈൻ എടുത്ത് വരയ്ക്കുന്നത്, അത് നമുക്ക് ഡ്രോയിങ് എന്ന് പറയുന്ന ലെയറിൽ വേണ്ടതാ. പക്ഷെ ടെക്സ്റ്റ് ലെയറിലായിരിക്കണമെങ്കിൽ അത് ടെക്സ്റ്റ് ലെയറിലേക്ക് തന്നെ പോകും. ഞാൻ അതിന് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ സീറോ ലെയറിലേക്ക് ഇടണോ അല്ലെങ്കിൽ ഡ്രോയിങ് ലെയറിലേക്ക് ഇടണോ, അങ്ങനെ ആവശ്യമുള്ള ലെയറിലേക്ക് നമ്മൾ എടുത്ത് പിടിച്ചിടണം കേട്ടോ. അപ്പം ആ ലെയർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതെ, മതി. അപ്പൊ ലെയർ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടിയല്ലോ. ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഓൺ ഓഫ് ഫ്രീസ് അൺഫ്രീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ലെയറിന് ഓഫ് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് ഉണ്ടേ, ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ലെയർ കാണില്ല. നമ്മൾ കറന്റ്ലി ആക്റ്റീവ് ആയിരിക്കുന്ന ലെയർ ഞാൻ സീറോ ലെയറിന് ആക്റ്റീവ് ആക്കി വെച്ചേക്കോണേ. കറന്റ്ലി ആക്റ്റീവ് ആയിരുന്ന ലെയറിന് ഓഫ് ചെയ്യാൻ നേരത്ത് അതൊരു വാണിംഗ് പറയും. ഇപ്പൊ ഞാൻ ഈ ഡ്രോയിങ് എന്ന് പറഞ്ഞ ലെയറിന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ല. പക്ഷെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നേരത്തല്ല, കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ സെലക്ഷനിലൊക്കെ വരും. നോക്കി, ഇങ്ങനെ സെലക്ട് ചെയ്താൽ കിട്ടില്ല. പക്ഷെ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും, ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. ഞാൻ അൺഡു ചെയ്യുവാണേ. കൺട്രോൾ ഇസഡ് കൊടുത്ത് അൺഡു ചെയ്യുക. ഞാനിപ്പോ ഡിലീറ്റ് ചെയ്തല്ലോ, അത് തിരിച്ച് കൊണ്ടുവന്നതാ. ഓക്കെ. അപ്പം അതാണ് ഓണിന്റെ. നമുക്ക് കാണത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. കൺട്രോൾ എ നമുക്ക് പുതിയ സാധനങ്ങൾ വരയ്ക്കാം. ഈവൻ അത് കാണത്തില്ലെങ്കിൽ പോലും ഞാൻ ഇപ്പൊ പുതിയൊരു സാധനം വരച്ചു. സീറോ ലെയറിലിട്ടാ വരച്ചത്. ചുമ്മാ റഫായിട്ട് സാധനം കേട്ടോ, ഒന്ന് വരയ്ക്കുന്നതിനൊന്നും നീ കാര്യാക്കണ്ട. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കാൻ കേട്ടാ. സീറോ ലെയറിട്ട് വരച്ചു. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇത് ഓഫായ ലെയറാ, ആ ലെയറിലേക്ക് എനിക്ക് മാറ്റിയിടാം. അത് ഓഫായി പോയി. കാരണം ഓഫ് ആയിരുന്നത് കാണുന്നില്ല. ഞാൻ ടേൺ ഓൺ ചെയ്യുവാണേ. അല്ല, ഞാൻ കറണ്ട് ലെയർ ആക്കുക. ആ ഓഫായ ലെയറിനെ കറണ്ട് ലെയർ ആക്കുക. കറണ്ട് ലെയറും ആക്കാം. കറണ്ട് ലെയർ ആക്കിയിട്ട് നമുക്ക് പുതിയ സാധനങ്ങൾ വരയ്ക്കാം. കണ്ടോ? ഇപ്പൊ ശ്രദ്ധിച്ച്, ഓഫ് ആണെന്ന് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ എ കൊടുത്താൽ സെലക്ട് ആവും, വരയ്ക്കാം, ഓൾറെഡി ഉള്ള സാധനത്തിന് എടുത്ത് ആ ലെയറിലേക്ക് ഇടാം. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൺട്രോൾ എ കൊടുത്താൽ സെലക്ട് ആവും. ഓക്കെ. ഇത്ര ഒരു ഐഡിയ കിട്ടിയല്ലോ. ഹലോ. വരയ്ക്കാനും പറ്റും. അത് കറണ്ട് ലെയർ ആയിട്ട് ആ അപ്പം അത്രയും കാര്യങ്ങളാണ് ലെയർ ഓണും ഓഫിൽ ഉള്ളൊരു സംഭവം. മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മളെ കാണിക്കില്ല. തൽക്കാലത്തേക്ക് എനിക്കൊന്ന് കാണണ്ട. എനിക്ക് തൽക്കാലത്തേക്ക് ഡയമെൻഷൻസ് ഒന്ന് കാണണ്ട. അത് ഞങ്ങൾ ഓഫ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് ലോക്ക് അൺലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കും, പക്ഷെ എനിക്ക് സെലക്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. എനിക്ക് പുതിയത് വരയ്ക്കുകയും ചെയ്യാം, പക്ഷെ അതിന് ഒരു രീതിയിലുള്ള എഡിറ്റിങ്ങും സമ്മതിക്കില്ല. എനിക്ക് ഒരു സാധനത്തിന് എടുത്തിട്ട് ഇപ്പൊ ഈ ഡയമെൻഷൻ ഞാൻ എടുത്തിട്ട് ആ ലെയറിലേക്ക് മാറ്റിയിടാം. കണ്ടോ? പക്ഷെ തിരിച്ചു മാറ്റാനൊന്നും സമ്മതിക്കില്ല. ഒരു രീതിയിലുള്ള എഡിറ്റിംഗ് തിരിച്ചു മാറ്റാൻ പറ്റില്ല. തിരിച്ചു മാറ്റണമെങ്കിൽ അതിനെ അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യണം, ലോക്ക് മാറ്റണം. അപ്പൊ ലോക്കിന്റെ മനസ്സിലായല്ലോ. എനിക്ക് പുതിയത് ആഡ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, പക്ഷെ വേറെ ഒരു പരിപാടി നടക്കൂല. ഒരു രീതിയിലുള്ള എഡിറ്റിംഗ് നടക്കൂല. ഉം. കിട്ടിയോ ജോലെ? ഓക്കെ.
ഡ്രോ ചെയ്യാനും പറ്റും, ചേഞ്ച് ചെയ്യാനും പറ്റും. ലെയർ മാറ്റി വേറെ ലെയറിലുള്ളത് എനിക്ക് ലോക്ക് ചെയ്ത ലെയറിലേക്ക് ആക്കാനും പറ്റും. ആ, എന്താണ്, ആ ലെയറിൽ തന്നെ ഇട്ട് വരയ്ക്കാനും പറ്റും. പക്ഷെ എഡിറ്റിംഗ്, ഒരു രീതിയിലുള്ള എഡിറ്റിംഗ് സമ്മതിക്കില്ല. അപ്പൊ ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ നമുക്ക് ഓരോ രീതിയിൽ ആവശ്യം വരുള്ളൂ. അത് നമ്മുടെ അപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഇനിയുള്ളത് ഫ്രീസ് അൺഫ്രീസ്. ഈ ഫ്രീസ് അൺഫ്രീസ് എന്ന് വെച്ചാല് നമുക്ക് ഒരു പരിപാടി നടക്കില്ല, കാണാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ലെയർ ഉള്ളതായിട്ട് സോഫ്റ്റ്വെയർ ഇല്ലാത്ത പോലെ പെരുമാറുള്ളൂ. ആ, ഞാൻ ദേ ഇതിനെ ഒന്ന് ഫ്രീസ് ചെയ്യുക, ഡയമെൻഷൻ എന്ന് പറഞ്ഞ ലെയർ ഒന്ന് ഫ്രീസ് ചെയ്യുക. അതിന് കറണ്ട് ലെയറിനെ ഫ്രീസ് ചെയ്യാനും പറ്റില്ല. എനിക്ക് ഞാൻ സീറോ ലെയറിലേക്ക് ഇട്ട് എന്നിട്ട് ഒന്ന് ഫ്രീസ് ചെയ്യുക. ഏ, അങ്ങനെ ഒരു ലെയർ ഉള്ളതായിട്ട് സമ്മതിക്കില്ല. പുതിയൊരു സാധനം പുതിയൊരു സാധനം ആ ലെയറിലേക്ക് മാറ്റാം കേട്ടോ. ഓൾറെഡി ഉള്ള സാധനത്തിന് എനിക്ക് ആ ലെയറിലേക്ക് എടുത്തിടാം. ഓൾറെഡി ഉള്ള കറണ്ട് ലെയർ ഉള്ളതിനെ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക ചെയ്യാം. പറ്റും പറ്റും പറ്റും. ഇല്ല, കറണ്ട് ലെയറിനെ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ഓഫ് ചെയ്യാനും ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ പറ്റും. കറണ്ട് ലെയറിനെ ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ കറണ്ട് ലെയറിനെ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫ്രീസ് കുറച്ചും കൂടി ടൈറ്റാ. ഓക്കെ. ഓക്കെ. ആ, ഒന്നുമില്ല. അപ്പൊ ഇത്ര കാര്യങ്ങൾ ഓക്കെ അല്ലേ? ലോക്ക്, അൺലോക്ക്, ഫ്രീസ്, അൺഫ്രീസ്. ഇനി ഈ ലെയറിന്റെ അകത്ത് തന്നെ നമുക്ക് ഒരു ഡിഫോൾട്ട് തിക്നെസ് നിന്ന് മാറ്റിയിട്ട് വേറെ തിക്നെസ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇത് ഇപ്പൊ ഞാൻ ഈ ഈ ലെയറിനകത്ത്, ഈ റെഡ് കളർ ലെയറിനകത്ത് ഞാനൊരു തിക്നെസ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ തിക്നെസ് പക്ഷെ ഇവിടെ കാണിക്കുന്നില്ല. അത് കാണിക്കണമെങ്കിൽ ഇവിടെ ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ, ലൈൻ വെയിറ്റ്, ഈ ലൈൻ വെയിറ്റ് കണ്ടോ? ആ ലൈൻ വെയിറ്റ് ടിക്ക് ഓൺ ചെയ്തിട്ട് അത് ഓൺ ചെയ്യണം. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിന്റെ ഒരു തിക്നെസ് കൂടെ കാണിച്ചു തരും കേട്ടോ. ഓക്കെ. ഇവിടെ നിന്ന് ഇവിടെ കസ്റ്റമൈസേഷൻ കണ്ടോ? അവിടെ പോവാ, ലൈൻ വെയിറ്റ് ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കത്തുമില്ല. ഇവിടെ എത്രയൊക്കെ മാറ്റി കഴിഞ്ഞാലും അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കത്തുമില്ല കേട്ടോ. ആ ആ ഓക്കെ.
അപ്പം ഇത്രയാണ് ലെയറിന്റെ അകത്ത് ഉള്ള പരിപാടികൾ. ഇനി നമുക്ക് ഏഹ്, ആ ലൈൻ ടൈപ്പ് മാറ്റണം എന്നുള്ളത് കാണിച്ചു തരാം. ലൈൻ ടൈപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട ലൈനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രോപ്പർട്ടീസ് ടാബിനകത്ത് പോയിട്ട് ബൈ ലേയേഴ്സിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, അതേഴ്സിനകത്ത് പോവുക. എന്നിട്ട് ഇവിടെ ലോഡ് കണ്ട, ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് ആവശ്യമുള്ള ലൈൻ ടൈപ്പ് എടുക്കുക. എനിക്കിപ്പോൾ ഒരു ഡോട്ടഡ് ലൈൻ, ഈ സെൻറ്റർ ലൈൻ എനിക്ക് ഡോട്ടഡ് ലൈൻ ആക്കണം. സെൻറ്റർ ലൈൻ ഈ ഫോർമാറ്റിലേക്ക് ആക്കണം. സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്തു, ഓക്കെ എടുത്തു, ഓക്കെ എടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡ് ആവത്തേ ഉള്ളൂ. ഇനി ഇവിടെ സെലക്ട് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, ലൈൻ ടൈപ്പ് മാറ്റുക. കണ്ടാ, ഇത്രയുള്ള സംഭവം. അതെ, ഓക്കെ. ഇപ്പൊ ഇത് കിടക്കുന്നത് ഡയമെൻഷൻ ലൈനില്ല. സെലക്ട് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ ചെയ്തു, ഇത് മാറ്റി. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ ടൈപ്പ് മാറ്റി, അതിനെ ലെയർ മാറ്റിയേക്കാം. ലെയറും മാറ്റി. ഓക്കെ. നമ്മൾ ഈ ലൈൻ ടൈപ്പിനകത്ത് നമ്മൾ ലൈൻ വെയിറ്റ് മാറ്റിയില്ലേ, അല്ല ലെയറിനകത്ത് നമ്മൾ ലൈൻ വെയിറ്റ് മാറ്റിയില്ലേ, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസിനകത്തും പോയി നമുക്ക് ലൈൻ വെയിറ്റ് മാറ്റാം കേട്ടോ. വേണമെങ്കിൽ ഈ ലൈൻ ടൈപ്പ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ലൈൻ വെയിറ്റും എനിക്ക് സെൻട്രൽ ലൈനിന്റെ ഒരു ലൈൻ വെയിറ്റ് കൂട്ടണം. എന്നിട്ട് ഇതിൽ ടേൺ ഓൺ ചെയ്യണം, ഇതിൽ ടേൺ ഓൺ ചെയ്യണം. ആ ആ കസ്റ്റമൈസേഷനിൽ പോയി ടേൺ ഓൺ ചെയ്തിട്ട് ലൈൻ വെയിറ്റ് ഓൺ ചെയ്താൽ മാത്രമേ ലൈൻ വെയിറ്റ് കാണിച്ചു തരുള്ളൂ. ഇവിടെ നോക്കി, ഈ രണ്ട് സെൻട്രൽ ലൈനും നമ്മുടെ ഡയമെൻഷൻ സെൻട്രൽ ലൈൻ ലെയറിൽ കിടക്കുന്നതാണ്. പക്ഷെ ഇതിന് മാത്രമാണ് ഞാൻ ലൈൻ ടൈപ്പ് മാറ്റിയിട്ടുള്ളൂ. പ്രോപ്പർട്ടി ഇതിന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. തിക്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, ഇതിന് തിക്നെസ് പ്രോപ്പർട്ടി മാറ്റിയിട്ടില്ല. ഓക്കെ, ആ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വേറൊരു കമാൻഡ് എഴുതിക്കോ, മാച്ച് പ്രോപ്പർട്ടീസ്. മാച്ച് പ്രോപ്പർട്ടി, ഇതാണ് മാച്ച് പ്രോപ്പർട്ടി. മാച്ച് പ്രോപ്പ് ആണ് ഷോർട്ട് കീ. മാച്ച് പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇങ്ങോട്ട് കൊടുക്കാൻ പോവാ. ചോദിക്കണമെങ്കിൽ സെലക്ട് സോഴ്സ് ഒബ്ജക്റ്റ്. സോഴ്സ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും ടാർഗറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോപ്പർട്ടി എടുത്താക്കി ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കളയാം. കണ്ടാ, അൺഡു ചെയ്തു. കൺട്രോൾസ് എടുത്ത് അൺഡു ചെയ്തു. എനിക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എടുത്ത് ഇതിലേക്ക് കൊടുക്കണം. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താ? ആ ലൈൻ പ്രോപ്പർട്ടി ഉണ്ട്, കളറുണ്ട്, ലൈൻ വെയിറ്റും ഉണ്ട്. മാച്ച് പ്രോപ്പർട്ടി പോയി ഇവിടെ സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. നോക്കിയേ, അതിന്റെ ലെയർ മാറി, അതിന്റെ തിക്നെസ് മാറി, അതിന്റെ ടൈപ്പ് മാറി. അപ്പോൾ അതാണ് ലെയറും പ്രോപ്പർട്ടീസും ഉപയോഗിക്കുന്ന രീതി. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ലെയറായി, പ്രോപ്പർട്ടീസായി, മാച്ച് പ്രോപ്പർട്ടീസായി. ഇനി നമുക്ക് അനോട്ടേഷൻസ് എന്ന ടൂൾ ബാർ ഉണ്ട്, അത് നോക്കാം. ഒരു മിനിറ്റ്.